2 ദിവസത്തെ കേരള സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കൊച്ചിയിലെത്തും. വൈകിട്ട് 5 മണിയോടെ കൊച്ചി നേവൽ ബേസിൽ വിമാനമിറങ്ങുന്ന പ്രധാനമന്ത്രി ആദ്യം പങ്കെടുക്കുക നഗരത്തിൽ BJPയുടെ റോഡ് ഷോയിലാണ്. വിശദാംശങ്ങളുമായി ഇപ്പോൾ കൊച്ചിയിൽ നിന്ന് ഗായത്രി സത്യദേവാണ് ആദ്യം ചേരുന്നത്. ഗായത്രി, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. പ്രധാനമന്ത്രിയുടെ വരവ്, അതിനനുസരിച്ചുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരു വഴിക്ക്, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഇന്നും നാളെയുമായിട്ടുള്ള പരിപാടികൾ കൊച്ചിയിൽ നിന്ന് തൃശ്ശൂരിലേക്ക്, അവിടെ നിന്ന് തൃപ്രയാർ ക്ഷേത്രത്തിലേക്ക്, അതിനുശേഷം വീണ്ടും കൊച്ചിയിലേക്ക്, അവിടെ BJPയുടെ പരിപാടി, അതിനുശേഷം അടക്കം ഏതാണ്ട് ഇങ്ങനെയൊക്കെയാണോ? അങ്ങനെയൊക്കെ തന്നെയാണ്. എന്തായാലും ശക്തമായ സുരക്ഷാ സംവിധാനങ്ങളാണ് ഇന്നലെ മുതൽ കൊച്ചിയിലുള്ളത്. വലിയൊരു ബ്ലോക്ക് അടക്കം, ഇല്ലെങ്കിൽ ഒരു ട്രയൽ റൺ അടക്കം ഇന്നലെ നടന്നു കഴിഞ്ഞു. അതിൻ്റെ ഭാഗമായുള്ള, അല്ലെങ്കിൽ സുരക്ഷയുടെ ഭാഗമായിട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. അതിൻ്റെ ഭാഗമായുള്ള ഗതാഗത നിയന്ത്രണം അടക്കം നടന്നുകൊണ്ടിരിക്കുന്നു. ഇല്ലെങ്കിൽ ഇന്ന് ഉച്ചയോടുകൂടി ആ ഒരു ഗതാഗത നിയന്ത്രണം ശക്തമാകും എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും ഇന്ന് വൈകിട്ട് 5 മണിയോടുകൂടിയാണ് കൊച്ചി നേവൽ ബേസിൽ പ്രധാനമന്ത്രി വിമാനം ഇറങ്ങുക. അവിടെ നിന്നും ആദ്യം പങ്കെടുക്കുന്ന പരിപാടി മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ BJPയുടെ റോഡ് ഷോയിലാണ്. എറണാകുളം മഹാരാജാസ് കോളേജ് ഗ്രൗണ്ടിന് അടുത്തുനിന്ന് ആരംഭിക്കുന്ന റോഡ് ഷോ ആശുപത്രിയും കടന്ന് ഗസ്റ്റ് ഹൗസ്, അദ്ദേഹം താമസിക്കുന്ന ഗസ്റ്റ് ഹൗസ് പരിസരത്താണ് അവസാനിക്കുക. ഏകദേശം ഒരു 50,000-ഓളം പ്രവർത്തകരുടെ ഒരു അംഗബലം ഉണ്ടാകും എന്ന് തന്നെയാണ് BJP കേന്ദ്രങ്ങൾ പറയുന്നത്. എന്തായാലും ആ ഒരു ഏകദേശം ഒരു 1 കിലോമീറ്റർ ദൂരത്തോളമുള്ള ഒരു റോഡ് ഷോയാണ് പ്രധാനമന്ത്രി പങ്കെടുക്കുക. അതൊരു തുറന്ന വാഹനത്തിലായിരിക്കും എന്ന് തന്നെയാണ് ഈ ഒരു സാഹചര്യത്തിൽ മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. റോഡ് ഷോയോട് കൂടി ഇന്നത്തെ പരിപാടികൾ അവസാനിക്കും. തുടർന്ന് നാളെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങുകൾ അല്ലെങ്കിൽ പരിപാടികൾ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഇല്ലെങ്കിൽ ചർച്ചയായ വിഷയം പോലെ തന്നെ BJP നേതാവായ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹ ചടങ്ങിലാണ് ആദ്യം പങ്കെടുക്കുക. ഗുരുവായൂരിൽ വെച്ചുള്ള വിവാഹ ചടങ്ങാണ്. അതിനാൽ തന്നെ ഈ രാവിലെ വിവാഹം നടക്കുന്ന 9 മണിയോട് കൂടിയാണ്. ഈ 9-നും ഇല്ലെങ്കിൽ രാവിലെ 6-നും 9-നും ഇടയിലുള്ള ബാക്കി 11 വിവാഹങ്ങളാണ് മാറ്റി നടത്തണമെന്ന ഒരു സർക്കുലർ, ഒരു ഉത്തരവ് വന്നിരിക്കുന്ന. അത്തരത്തിൽ വിവാദമടക്കം സൃഷ്ടിച്ച ഒരുപാട് വിഷയങ്ങൾ ഉണ്ടായിരുന്നു. അതിനാൽ തന്നെ അത്തരത്തിൽ വളരെ വലിയ ക്രമീകരണങ്ങളോടുകൂടി, നിയന്ത്രണങ്ങളോടുകൂടിയാണ് ഗുരുവായൂരിലെ നാളത്തെ കാര്യങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്. അവിടെ ഈ കല്യാണത്തിന് അടക്കം പ്രവേശിക്കുന്ന ആളുകൾക്ക് വരനും വധുവിനും മാത്രം, ഒപ്പം മറ്റ് 4 പേർക്കും മാത്രമേ പ്രവേശനമുള്ളൂ. ഇവരെല്ലാം പാസ് എടുത്തിരിക്കണം, RT-PCR നെഗറ്റീവ് ആയിരിക്കണം. അത്തരത്തിൽ ഒരുപാട് നിയന്ത്രണങ്ങൾ ആ ഒരു കാര്യത്തിലുണ്ട്. അതിനുശേഷം ഏറ്റവും ഒരു വളരെ വൈകി ഈ സ്കെഡ്യൂളിലേക്ക്, പ്രധാനമന്ത്രിയുടെ സ്കെഡ്യൂളിലേക്ക് ആഡ് ചെയ്യപ്പെട്ടതാണ് തൃപ്രയാർ ക്ഷേത്ര സന്ദർശനം. അതിനുശേഷം ഉച്ചയ്ക്ക് മടങ്ങിയെത്തി കൊച്ചിൻ ഷിപ്പ്യാർഡിലെ കുറച്ച് പദ്ധതികൾ ഉദ്ഘാടനം ചെയ്തതിന് ശേഷം ഏറ്റവും ഒടുവിലായി BJP ശക്തി കേന്ദ്ര പ്രമുഖരുടെ, BJP കുറച്ച് നേതാക്കളുടെ യോഗം കൂടി മറൈൻ ഡ്രൈവിലുണ്ടാകും. അതിനുശേഷമാണ് പ്രധാനമന്ത്രി മടങ്ങുക. ഇത്തരത്തിലാണ് പ്രധാനമന്ത്രിയുടെ 2 ദിവസത്തെ സന്ദർശനത്തിൻ്റെ പരിപാടികൾ ക്രമീകരിച്ചിരിക്കുന്നത്. ഏറ്റവും രാഷ്ട്രീയപരമായി തന്നെ വായിച്ചെടുക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട 2 പരിപാടികൾ, അല്ലെങ്കിൽ 2-ലധികം പരിപാടികൾ ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. ഏറ്റവും പ്രധാനപ്പെട്ടത് ഇന്ന് വൈകിട്ട് നടക്കാനിരിക്കുന്ന റോഡ് ഷോ തന്നെയാണ്. തൃശ്ശൂരിൽ വന്നു പോയിട്ട് 2 ആഴ്ച കഴിയുന്നതിന് മുൻപ് തന്നെയാണ് ഇത്തരത്തിലൊരു റോഡ് ഷോ നടന്നിരിക്കുന്നത്. ഏറ്റവും രാഷ്ട്രീയ പ്രാധാന്യത്തോടു കൂടി BJP വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിനെ കാണുവാൻ ആഗ്രഹിക്കുന്നു. കേരളത്തിൽ ഒരു സീറ്റ് പിടിക്കുവാൻ ആഗ്രഹിക്കുന്നു. അതിനു വേണ്ടിയിട്ടുള്ള നടപടികൾ, അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള ആലോചനകൾ, പ്രവർത്തനങ്ങൾ തകൃതിയായി നടക്കുന്നു എന്നതിൻ്റെ തെളിവ് തന്നെയാണ് ഈ വർഷം തുടങ്ങിക്കഴിഞ്ഞതിന് ശേഷം പ്രധാനമന്ത്രിയുടെ തന്നെ നേരിട്ടുള്ള 2ാമത്തെ സന്ദർശനം. പ്രധാനമന്ത്രി നേരിട്ടെത്തുമ്പോൾ BJP ശക്തി കേന്ദ്രങ്ങൾക്ക് ശക്തി പകരാനാകുമെന്നൊരു പ്രതീക്ഷയിൽ തന്നെയാണ് ഇത്തരത്തിൽ ഒരു പ്രധാനമന്ത്രിയുടെ തുടർച്ചയായിട്ടുള്ള സന്ദർശനങ്ങൾ എന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമെന്ന് പറയുന്നത് നാളെ നടക്കുന്ന പരിപാടികളാണ്. നാളെ ഗുരുവായൂരിൽ സുരേഷ് ഗോപിയുടെ, BJP നേതാവായ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹം നടക്കാനിരിക്കുന്നു. ഈ വിവാഹവുമായി ബന്ധപ്പെട്ട ഒട്ടേറെ വിവാദങ്ങൾ, ഇല്ലെങ്കിൽ നടന്നു വന്നിട്ടുള്ള ഒട്ടേറെ അനാവശ്യ ക്രമീകരണങ്ങളൊക്കെ തന്നെ ഏറ്റവും വിമർശന വിധേയമായിരുന്നു എന്നുള്ളത് തന്നെയാണ്. മുൻപ് സൂചിപ്പിച്ചതുപോലെ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹം നടക്കാനിരിക്കുന്ന ആ ഒരു സമയത്തിനുള്ളിൽ, മാസങ്ങൾക്ക് മുൻപേ ഡേറ്റ് എടുത്ത് വെക്കപ്പെട്ട ഒരുപാട് വിവാഹങ്ങൾ പുനർക്രമീകരിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് വന്നിരിക്കുന്നു. അത്തരത്തിൽ വളരെ വിവാദങ്ങൾക്കും ചർച്ചകൾക്കും വഴിവെച്ച ഒരു വിഷയമായിരുന്നു ഇത് എന്നുള്ളത്. മുൻപ് സൂചിപ്പിച്ചതുപോലെ വളരെ വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിരിക്കുന്നു. മുൻപ് നിശ്ചയിക്കപ്പെട്ട വിവാഹങ്ങൾ മാറ്റിവെച്ചിരിക്കുന്നു. അവിടെ എത്തുന്നവർക്കെല്ലാം കർശനമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നു എന്നുള്ള രീതിയിൽ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹ ചടങ്ങുകൾ നടക്കാനിരിക്കുന്നു. മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഏറ്റവും ഒടുവിലായി ആഡ് ചെയ്യപ്പെട്ട, അല്ലെങ്കിൽ സന്ദർശനത്തിൻ്റെ ആ ഒരു സ്കെഡ്യൂളിൽ ആഡ് ചെയ്യപ്പെട്ടത് തൃപ്രയാർ ക്ഷേത്ര സന്ദർശനമാണ്. കഴിഞ്ഞ തവണ ഈ തൃശ്ശൂരിൽ നടന്ന സ്ത്രീകളുടെ സംഗമത്തിലെത്തിയ പ്രധാനമന്ത്രി വടക്കുംനാഥ ക്ഷേത്ര സന്ദർശനം നടത്തും എന്നുള്ള രീതിയിൽ വടക്കുംനാഥ ക്ഷേത്രത്തിൽ തന്ത്രികളടക്കം പ്രസാദവുമായി കാത്തിരുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടിരുന്നതാണ്. ഇത്തവണയും വടക്കുംനാഥൻ്റെ മുന്നിൽ എത്തുമ്പോഴും വടക്കുംനാഥ ക്ഷേത്രത്തിൽ പ്രവേശിക്കാതെ, ഇല്ലെങ്കിൽ ഭക്തിയുടെ പേരിനാണെങ്കിൽ പോലും ആ വടക്കുംനാഥ ക്ഷേത്രത്തിൽ പ്രവേശിക്കാതെ നേരെ പോകുന്നത് തൃപ്രയാർ രാമക്ഷേത്രത്തിലേക്കാണ്. നമുക്ക് ഈ രാമക്ഷേത്രം, ഇല്ലെങ്കിൽ അയോധ്യ രാമക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠാ ചടങ്ങുകളടക്കം നടക്കാൻ
നടന്നുകൊണ്ടിരിക്കെ ഏറ്റവും വലിയ രീതിയിൽ രാഷ്ട്രീയപരമായി ഉപയോഗിക്കുവാൻ കഴിയുന്ന ഒരു കാര്യം എന്നുള്ള രീതിയിൽ തന്നെയാണ് പെട്ടെന്ന് ആ ഒരു സ്കെഡ്യൂളിലേക്ക് ആഡ് ചെയ്യപ്പെട്ട ത്രിപുര രാമക്ഷേത്ര സന്ദർശനം. ഒരു ക്രൗധഭാവത്തിൽ കൂടിയിരിക്കുന്ന രാമന്റെ ആ ഒരു ക്ഷേത്ര സന്ദർശനം BJP തൃശ്ശൂർ മണ്ഡലത്തിന്റെ തന്നെ ഭാഗമാകുന്ന ഒരു ക്ഷേത്രമാണ് ത്രിപുര രാമക്ഷേത്രം എന്ന് പറയുന്നത്. ഈ ഒരു അയോധ്യ രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങുകൾ നടക്കാനിരിക്കെ തന്നെ കേരളത്തിൽ നിന്ന് അയോധ്യയിലേക്ക് അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ ഒരു നറേറ്റീവ് ഉൾപ്പെടുത്തി നറേറ്റീവ് കൊണ്ടുവന്നുകൊണ്ട് തന്നെ അത്തരത്തിലൊരു രാഷ്ട്രീയപരമായ അതിനെ വോട്ടാക്കി മാറ്റുവാനുള്ള കഠിനമായ ശ്രമങ്ങളുടെ ഭാഗമായുള്ള ഒരു രീതിയിൽ തന്നെ ഈ ഒരു രാമക്ഷേത്ര സന്ദർശനത്തെ വായിച്ചെടുക്കേണ്ടിയിരിക്കുന്നു.